ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ 3 യൂണിറ്റ് കഴിഞ്ഞു. 4ാമത്തെ യൂണിറ്റാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നോട്ട്സ്, മലയാളം നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സാണ്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ BA സോഷ്യോളജി, BA ഹിസ്റ്ററീൻ്റെ ഒക്കെ നോട്ട്സ് ഉണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് സെമ്മിൻ്റെയും നോട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വരും. അപ്പം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. 4ാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് നേച്ചർ ഓഫ് ഹാരപ്പൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നാണ്. ഹാരപ്പൻ സമൂഹത്തിൻ്റെ പ്രകൃതവും അതിൻ്റെ സംസ്കാരത്തിൻ്റെ സമൂഹവും അതിൻ്റെ പ്രകൃതവുമാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രകൃതവും അതിൻ്റെ സ്വഭാവവുമാണ് കേട്ടോ. നമുക്ക് അതിൽ ഫസ്റ്റ് വരുന്നത് സബ്സിസ്റ്റൻസ് മെത്തേഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷനാണ്. സബ്സിസ്റ്റൻസ് പറഞ്ഞാൽ ഉപജീവനം. ഹാരപ്പൻ നഗരത്തിലെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റിലൊക്കെ വരുന്നത് ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അടുത്തതിൽ ഡിക്ലൈനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടാണ്ട് അവസാനിക്കണം ഹാരപ്പൻ. നമുക്ക് ഹാരപ്പൻ സമൂഹം മൃഗപരിപാലനം, വേട്ടയാടൽ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കാർഷിക ജോലിയും ഉപജീവനത്തിന് അടിസ്ഥാന തൊഴിലായിട്ട് അവർ കണ്ടെത്തിയിരുന്നു. അപ്പോൾ മൃഗപരിപാലനം ഉണ്ടായിരുന്നു, വേട്ടയാടലും ഉണ്ടായിരുന്നു, കൃഷിപ്പണിയും ചെയ്തിരുന്ന ആളുകളാണ് ആര്? ഹാരപ്പൻ ജനത. പ്രാദേശിക വ്യതിയാനങ്ങളും കാലാവസ്ഥാ സാഹചര്യങ്ങളും അനുസരിച്ച് കാർഷികോൽപാദനം മാറിക്കൊണ്ടിരുന്നു. ചില സൈറ്റുകളിൽ നിന്ന് ലഭ്യമായ പുരാവസ്തു വിള ലഭ്യതയെ വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മോഹൻജദാരോയിലോ ഹാരപ്പയിലും ഗോതമ്പ്, പിന്നെ മോഹൻജദാരോ, ഹാരപ്പ, കാളിബംഗൻ എന്നിവിടങ്ങളിൽ ബാർലി, ഹാരപ്പയിൽ എള്ള് എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇനങ്ങൾക്കൊപ്പം തണ്ണിമത്തൻ വിത്തുകളുടെയും കടലയുടെയും ഈന്തപ്പഴത്തിൻ്റെയും ഒക്കെ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മോഹൻജദാരോയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ നിർമ്മിതി അവരുടെ ഗ്രേറ്റ് ഗ്രാനറിയാണ്. ഗ്രേറ്റ് ഗ്രാനറി എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഹാരപ്പയിലെ കോട്ടയിൽ ഏതാണ്ട് 6 കളപ്പുരകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോട് ചേർന്ന് ധാന്യം മെതിക്കുന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. കാളിബംഗനിലും എന്തുണ്ട്? കളപ്പുര കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പ, കാളിബംഗൻ, ലോത്തൽ, രംഗപ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് അരിയുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഹാരപ്പൻ, സുർക്കാട്ടോട, അതുപോലെ ഷോർത്തുഗായ് എന്നിവിടങ്ങളിൽ നിന്ന് തിണകളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മുന്തിരി, പരുത്തി എന്നിവയെക്കുറിച്ചും അറിയാമായിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്വമായ ഘട്ടത്തിൽ, ഹാരപ്പയുടെ ഘട്ടങ്ങൾ 3 കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞാണല്ലോ. പക്വമായ ഘട്ടത്തിലെ പ്രധാന സൈറ്റായ ഹരിയാനയിലെ ഭാലു പ്ലാന്റ് അവിടെ പ്ലാന്റ് അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയുടെ കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പ്ലാന്റ് അധിഷ്ഠിതം പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. കാളിബംഗനിലെ ഉഴുതുമറിച്ച വയലിൻ്റെ കണ്ടെത്തൽ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് അവർ പക്വമായ ഹാരപ്പൻ ഘട്ടത്തിൽ പോലും കലപ്പയുടെ ഉപയോഗം തുടർന്നിരിക്കാം എന്നാണ്. ഹവാപ്പൽ അല്ലെങ്കിൽ ഹവൽപൂർ എന്ന സ്ഥലത്ത് നിന്നും വനവാലിയിൽ നിന്നും കണ്ടെത്തിയ കലപ്പയുടെ ടെറാക്കോട്ട മാതൃകകളും ഇത് സാധൂകരിക്കുന്നതാണ്. അതുപോലെ സസ്യാധിഷ്ഠിത ഭക്ഷണശീലങ്ങൾക്കൊപ്പം ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലെ മനുഷ്യാവശിഷ്ടങ്ങളുടെ വിശകലനം സൂചിപ്പിക്കുന്നത് അവിടുത്തെ ആളുകൾ നദീജല സമുദ്ര വിഭവങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ജനങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയ മൂലകങ്ങളുടെ അവശിഷ്ടങ്ങൾ ധാരാളം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ ചില തെളിവുകൾ അവർ നഗരങ്ങൾക്കുള്ളിൽ ഉണക്കമീൻ കച്ചവടം നടത്തിയിരുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഹാരപ്പൻ പ്രദേശങ്ങളിൽ നിരവധി വന്യമൃഗങ്ങളുടെ അസ്ഥികളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ മാന്, പന്നി, ചെമ്മരിയാട്, ആട് എന്നിവ ഉൾപ്പെട്ടിരുന്നു. ആമ, മത്സ്യം എന്നിവയുടെ അസ്ഥികളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടാമൃഗത്തിൻ്റെ അസ്ഥികൂട അവശിഷ്ടം അമ്രയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്കൊപ്പം ആനകളുടെയും കുതിരകളുടെയും അതുപോലെ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുമുണ്ട്. നാമമാത്രമായ തോതിൽ ഹാരപ്പൻ പ്രദേശങ്ങളിൽ വളർത്തുമൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതായത് വളരെ കുറഞ്ഞ തോതിൽ കന്നുകാലികളും എരുമകളും പ്രധാന വളർത്തുമൃഗങ്ങളായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ആർട്ട്, ക്രാഫ്റ്റ്സ് ആൻഡ് ടെക്നോളജിയാണ്. ഹാരപ്പൻ ജനതയുടെ കലയും കരകൗശലവും അവരുടെ സാങ്കേതിക വിദ്യയും അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഘട്ടമായിട്ട് ഓരോന്ന് വരുന്നുണ്ട് കേട്ടോ.
ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് വിവിധ പുരാവസ്തുക്കളുടെ കണ്ടെത്തൽ ജനങ്ങളുടെ സാങ്കേതിക അവബോധവും നിലവാരവുമുള്ള കരകൗശല വസ്തുക്കളുടെയും സൂചനയാണ് നൽകുന്നത്. ഹാരപ്പൻ മൺപാത്രങ്ങൾ ഗുണമേന്മയേറിയ മൺപാത്ര നിർമ്മാണത്തിൻ്റെ സൂചന നൽകുന്നു. മോഹൻജദാരോ, ഹാരപ്പ, നൗഷാരോ, ചാൻഹുദാരോ എന്നിവിടങ്ങളിൽ നിന്ന് മൺപാത്ര ചൂളകൾ, അത് എങ്ങനെയാണല്ലോ ചൂളയ്ക്ക് വെച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ചൂളകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വിവിധതരം മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കറുപ്പും ചുവപ്പും കലർന്നത്, ചാരനിറത്തിലുള്ളത്, മഞ്ഞ നിറത്തിലുള്ളത്, കറുപ്പ് മാത്രമുള്ളത്, ചുവപ്പ് നിറത്തിലുള്ള, ഇങ്ങനെ പല രൂപത്തിലുള്ള പല കളറുകളിലുള്ള മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മൺപാത്രങ്ങളിൽ ഭൂരിഭാഗവും ചക്രം ഉപയോഗിച്ചാണ്. കുശവൻ്റെ ചക്രം എന്ന് പറയില്ല, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ചക്രമുണ്ട്, മരം കൊണ്ടുണ്ടാക്കുന്നതാണ് പണ്ടൊക്കെ. അങ്ങനെയുള്ള ചക്രം ഉപയോഗിച്ചിട്ടാണ് പല മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാധാരണ ഹാരപ്പൻ മൺപാത്രങ്ങൾ നല്ലതും കട്ടിയുള്ളതും കടും ചുവപ്പ് സ്ലിപ്പ് കൊണ്ട് ചക്രം ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ് എന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. അവ കറുപ്പ് നിറം കൊണ്ട് അലങ്കരിച്ചിരുന്നു. ചുവപ്പിന് മേലെ കറുപ്പ് നിറം കൊണ്ട് അലങ്കരിച്ചിരുന്നു. ചില ഡിസൈനുകളിലെ ഫിഷ് സ്കെയിലുകളും അതുപോലെ തന്നെ പൈപ്പൽ മരങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇനി അവരുടെ ടെറാക്കോട്ട മാതൃകകളെക്കുറിച്ചാണ്. കാളകൾ, എരുമകൾ, കുരങ്ങുകൾ, നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളുടെ അതുപോലെ കളിവണ്ടികൾ, ഈ മൃഗങ്ങളുടെ രൂപത്തിലുള്ള കളിവണ്ടികളുടെ പ്രതിമകൾ, മനുഷ്യപ്രതിമകൾ, വളകൾ എന്നിങ്ങനെ ഉൾപ്പെടെ ഹാരപ്പൻ പ്രദേശങ്ങളിൽ ടെറാക്കോട്ട വളരെയധികം ലഭിച്ചിട്ടുണ്ട്. മോഹൻജദാരോ, ഹാരപ്പ എന്നിവിടങ്ങളിൽ നിന്ന് ടെറാക്കോട്ട മുഖംമൂടികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹാരപ്പൻ കരകൗശലത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത കല്ലുകൊണ്ടുള്ള വളകളാണ്. സ്റ്റോൺ വെയർ ബാംഗിൾസ് എന്ന് പറയും കേട്ടോ, എന്നറിയപ്പെടുന്ന ഉയർന്ന ജ്വലനമുള്ള, അതായത് ഇങ്ങനെ തിളങ്ങുന്ന വളകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷത. ഇനി സ്റ്റോൺ വർക്കാണ് ഇവരുടെ കൽപ്പണി, കല്ലുകൊണ്ടുള്ള വർക്കുകൾ. മറ്റു പ്രധാന കരകൗശലമായിരുന്നു ഹാരപ്പൻ ജനതയ്ക്ക് സ്റ്റോൺ വർക്ക് എന്ന് പറയുന്നത്. മോഹൻജദാരോയിൽ കണ്ടെത്തിയ താടിയുള്ള ശിലാശില്പം ശിലാഫലകത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ ശില്പത്തിൻ്റെ കണ്ണുകൾ പകുതി അടഞ്ഞിരുന്നു. ഇത് ധ്യാനത്തിലിരിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പുരോഹിതൻ്റെ ചിത്രമാണെന്നും അതിനെ പുരോഹിത രാജാവ് എന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പണ്ഡിതന്മാർ വിശ്വസിച്ചു പോന്നു. ഇതോടൊപ്പം ധോളാവീരയിൽ നിന്നൊരു പല്ലിയുടെ ശിലാചിത്രവും കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പയിൽ നിന്ന് ചെർട്ട് ബ്ലേഡുകളും കണ്ടെത്തി. നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ, അവയിൽ ചില ബ്ലേഡുകൾ ഗാർഹിക ആവശ്യത്തിനും കൃഷിക്കും വേണ്ടിയുള്ള കത്തികളായിട്ട് ഉപയോഗിച്ചതായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിന്ധിലെ റോഹ്രി കുന്നുകളിൽ നിന്ന് പാറമടകളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കോപ്പർ ആൻഡ് ബ്രോൺസ് ഒബ്ജക്ട്സാണ്, ചെമ്പ് വെങ്കല വസ്തുക്കൾ. ഹാരപ്പൻ നാഗരികതയിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപം മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ വെങ്കലത്തിൽ പണിത നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപമാണ്. അതിൻ്റെ തല പിറകോട്ടും വിശ്രമിക്കുന്ന കണ്ണുകളും വലതു കൈ ഇടുപ്പിൽ വെച്ച് ഇടതു കൈ താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന രൂപത്തിൽ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമയാണ് മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ രൂപം ഹാരപ്പൻ കലാസൃഷ്ടികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹാരപ്പൻ നാഗരികതയെ അടയാളപ്പെടുത്തുന്നത് ചെമ്പ് വസ്തുക്കളുടെ ഉപയോഗമാണ്. ഹാരപ്പൻ കരകൗശല തൊഴിലാളികൾ ചിലപ്പോൾ ശുദ്ധമായ ചെമ്പിനങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ ആർസനിക്, ടിന്ന് അല്ലെങ്കിൽ നിക്കൽ എന്നിവയുമായിട്ട് ചെമ്പ് കൂട്ടിക്കലർത്തിയിട്ടും ഉപയോഗിച്ചിരുന്നു. രണ്ടുകൂടി കൂട്ടി ഉരുക്കിയിട്ട്. ചെമ്പ്, വെങ്കലം എന്നിവയിൽ പാത്രങ്ങൾ, കുന്തങ്ങൾ, കത്തികൾ, വളകൾ, മഴു, മീൻകൊളുത്ത് എന്നിവയൊക്കെ ഉൾപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സാധാരണയായിട്ട് ലോഹസങ്കരങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മോഹൻജദാരോയിൽ വെങ്കല ഉപകരണങ്ങൾ 6% നിന്ന് ക്രമേണ 23% വർദ്ധിച്ചിരുന്നു ലാസ്റ്റ് ആയപ്പോഴെന്ന് പണ്ഡിതന്മാർ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹാരപ്പയിൽ നിന്ന് 16 ചെമ്പ് ചൂളകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ ചെമ്പ് വർക്ക്ഷോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. മോഹൻജദാരോയിൽ ഒരു ഇഷ്ടിക ലൈൻ കുഴിയിൽ നിന്ന് വലിയ അളവിൽ കോപ്പർ ഓക്സൈഡ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് വിലയേറിയ വസ്തുക്കളോടൊപ്പം കുഴിച്ചിടുന്നതുകൊണ്ട് ചെമ്പ് വസ്തുക്കൾക്ക് ഉയർന്ന മൂല്യമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നത്. ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ അത്തരം ശേഖരത്തിൽ വെങ്കലം കൊണ്ട് അടപ്പുള്ള ഒരു പാചകപാത്രം അടങ്ങിയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വെങ്കലവും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അത് കേട്ടോ. ഇനി സ്വർണ്ണാഭരണങ്ങളായ വളകൾ, നെക്ലേസ്, കൈച്ചെയിന്, കമ്മൽ തുടങ്ങിയവ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാദീനോ എന്ന സ്ഥലത്ത് നിന്ന് സ്വർണം, വെള്ളി, അർദ്ധവിലയേറിയ കല്ലുകൾ എന്നിവയുടെ ഒരു ശേഖരം തന്നെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഈയവും ഉപയോഗിച്ചിരുന്നു. ലെഡ്, ഇരുമ്പ് അടങ്ങിയ ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ 2 ലോഹങ്ങൾ സൂചിപ്പിക്കുന്നത് ഹാരപ്പക്കാർക്ക് ഇരുമ്പ് ഉരുക്കുന്നത് പരിചയമുണ്ടായിരുന്നു എന്നാണ്.
ഇനി സീൽ മേക്കിംഗ് ആണ്, അവരുടെ മുദ്ര നിർമ്മാണം. ഹരപ്പക്കാരുടെ മറ്റൊരു പ്രധാന കരകൗശല വസ്തുവായിരുന്നു അവരുടെ മുദ്രകളുടെ നിർമ്മാണം. ഭൂരിഭാഗം മുദ്രകളും ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ആയിരുന്നു കാണപ്പെട്ടിരുന്നത്. എങ്കിലും ചിലത് വൃത്താകൃതിയിലും സിലിണ്ടറാകൃതിയിലും ഒക്കെ അപൂർവമായിട്ട് ചിലതൊക്കെ അങ്ങനെയും കാണപ്പെട്ടിരുന്നു. ഒരു മുദ്രയുടെ ശരാശരി വലിപ്പം 2.54 സെൻറ്റിമീറ്റർ മുതൽ 6.35 സെൻറ്റിമീറ്റർ വരെയായിരുന്നു. ഈ മുദ്രകളിൽ ഭൂരിഭാഗവും എന്താണ് സ്ലീറൈറ്റ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യ സമ്പുഷ്ടമായ ഒരു ധാതുവാണ് കേട്ടോ. സ്ലീറൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ കുറച്ച് വെള്ളി, അതുപോലെ ഫയൻസ്, കാൽസൈറ്റ് എന്നിവ കൊണ്ടും നിർമ്മിച്ചതായിട്ട് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. മൊഹൻജദാരോയിൽ നിന്ന് 2 വെള്ളി മുദ്രകൾ കണ്ടെത്തിയപ്പോൾ ലോത്തലിൽ നിന്ന് ചെമ്പ്, സോപ്പ് സ്റ്റോൺ മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആന, കടുവ, അണ്ണാൻ, മുതല, കൊമ്പൻ കാള, എരുമ, കണ്ടാമൃഗം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള രൂപങ്ങളാണ് മുദ്രകളിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. മിക്ക മുദ്രകളിലും ചെറിയ ലിഖിതങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി ബീഡ് മേക്കിംഗ് ആണ്. കൊന്ത അല്ലെങ്കിൽ മുത്തുകൾ കോർത്തുകൊണ്ടുള്ള മാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനാണ് ബീഡ് എന്ന് പറയുക കേട്ടോ. ബീഡ് മേക്കിംഗ് പുതിയ ടെക്നിക്കുകൾ, മെറ്റീരിയലുകളും കൊന്ത നിർമ്മാണ ശൈലിയും ഹാരപ്പക്കാർ അവതരിപ്പിച്ചിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ, ചാൻപുദാരോ, ധോളാവീര എന്നിവിടങ്ങളിൽ നിന്ന് അർദ്ധവിലയേറിയ കല്ലിൻ്റെ മുത്തുകൾ തുളക്കാൻ ഉപയോഗിക്കുന്ന പുതിയ തരം ഒരു സിലിണ്ടർ സ്റ്റോൺ ഡ്രിൽ എന്ന് പറയുന്ന ഒരു തരം ഡ്രില്ല് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. സ്ലീറൈറ്റ്, കാർനെലിയൻ എന്ന് പറഞ്ഞാൽ മുത്താണ് കേട്ടോ. കാർനെലിയൻ, ലാപ്പിസ് ലസോലി, പ്രഷൽ, ടെറാക്കോട്ട, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ടാണ് അവർ മുത്തുകൾ നിർമ്മിച്ചിരുന്നത്. ചൻഹുദാരോ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്ന് വീട് നിർമ്മാണ ഫാക്ടറികളും ഉപകരണങ്ങളും ചൂളകളും കണ്ടെത്തിയതിൽ നിന്ന് ഈ വ്യവസായത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഷെൽ വർക്കാണ്. ഷെല്ല് കൊണ്ടുള്ള വർക്കുകൾ. കൊന്തകൾ, വളകൾ, ഷെല്ല് കൊണ്ടുള്ള വസ്തുക്കൾ എന്നിവയുടെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് കരകൗശല വിദഗ്ധരെ ഷെല്ല് ജോലികൾ വൈദഗ്ധ്യം നേടിയ ആളുകളായിരുന്നു എന്നാണ്. വളകൾ പലപ്പോഴും ശംഖിൽ നിന്നാണ് നിർമ്മിച്ചിരുന്നത്. ഷെൽ വർക്കിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ചൻഹുദാരോയും ബാലാകോട്ടും ആയിരുന്നു. ഗുജറാത്തിലെ നാഗേശ്വർ ഷെൽ വർക്കിനും വള നിർമ്മാണത്തിനും പ്രസിദ്ധമായ സ്ഥലമായി. ഇനി അവരുടെ വെയ്റ്റ് ആൻഡ് മെഷർ, അളവുകളും തൂക്കങ്ങളും. ഹാരപ്പൻ ജനത അവരുടെ നിലവാരവൽക്കരണത്തിൽ ശ്രദ്ധേയരായിരുന്നു. കനോയർ എന്ന കരകൗശല രംഗത്ത് ഉയർന്ന നിലവാരം പുലർത്തുന്നതിന് കാരണം രാജ്യത്ത് നിന്നുള്ള നിയന്ത്രണമായിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. തൂക്കത്തിൻ്റെയും അളവുകളുടെയും യൂണിറ്റുകളിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ വളരെ ശ്രദ്ധേയമായിരുന്നു അവിടെ എന്ന് പറയപ്പെടുന്നുണ്ട്. ചെർട്ടും കറുത്ത കല്ലും കൊണ്ട് നിർമ്മിച്ച ക്യൂബിക്കൽ രൂപങ്ങൾ എല്ലാ സൈറ്റുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ തൂക്കങ്ങൾക്ക് എല്ലാ സോണുകളിലും ഒരേ ഭാരവുമുണ്ട്. ബൈനറി സിസ്റ്റം ചെറിയ തൂക്കങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ദശാംശ സംഖ്യാരൂപത്തിലുള്ളതായിരുന്നു വലിയ തൂക്കങ്ങൾ. ഇപ്പോൾ ബൈനറി സിസ്റ്റം എന്ന് പറയുമ്പോൾ 1, 8, 1, 2, 8, 16, 32 അങ്ങനെ പോകുന്നത് കേട്ടോ. ദശാംശം എന്ന് പറയുമ്പോൾ പിന്നെ എണ്ണൽ സംഖ്യയാണ്. ആ രൂപത്തിലാണ് ഉയർന്ന തൂക്കങ്ങൾ ഉണ്ടായിരുന്നത്. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുത്ത 10.856 ഗ്രാം ഭാരമുള്ളതാണ് ഏറ്റവും വലിയ തൂക്കുകട്ടി. ട്രേഡിംഗ് നെറ്റ്വർക്കാണ്. ഇത് മാത്രം ചോദിക്കട്ടോ. ട്രേഡിംഗ് നെറ്റ്വർക്ക്, വ്യാപാര ശൃംഖല. മറ്റ് സാംസ്കാരിക മേഖലകളുമായുള്ള ഹാരപ്പയുടെ വ്യാപാര തെളിവുകൾ ഹാരപ്പൻ ജനതയുടെ സാംസ്കാരിക ഏകത്വത്തെക്കുറിച്ചുള്ള ധാരണ നമുക്ക് തുറന്നു കാണിക്കുന്നുണ്ട്. ഹാരപ്പൻ സോണുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഭൗതിക വസ്തുക്കളുടെ നിരക്ക് അവരുടെ വ്യാപാരത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. നാണയ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പാണ് അവിടെ വ്യാപാരം നടത്തിയിരുന്നത് എന്നതുകൊണ്ട് വ്യാപാരത്തിന് അവർ ബാർട്ടർ സമ്പ്രദായമായിരുന്നിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ആരുടെ നിഗമനം? പണ്ഡിതന്മാരുടെ നിഗമനം. ഹാരപ്പൻ ജനത ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ കണ്ടെത്തൽ ഉൾനാടൻ വിദേശ വ്യാപാര പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. റോഹ്രി കുന്നുകളിലെ ഖനനങ്ങൾ സൂചിപ്പിക്കുന്നത് ചെർട്ട് ബ്ലേഡുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് ഹാരപ്പൻ സൈറ്റുകളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. രാജസ്ഥാനിലെ ഗേത്രി നിക്ഷേപങ്ങൾ ചെമ്പിൻ്റെ പ്രധാന ഉറവിടം. ലഡും സിങ്കും പക്ഷേ രാജസ്ഥാനിൽ നിന്നാണ് വന്നത് എന്നും ഇറക്കുമതി ചെയ്തിരുന്നത് എന്നും കരുതപ്പെടുന്നുണ്ട്. ഹരിയാന, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ടിന്ന് കൊണ്ടുവന്നിരുന്നത്. കർണാടകയിലെ കോലാർ പാടങ്ങളിൽ നിന്നായിരിക്കാം സ്വർണം വന്നത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഗുജറാത്ത് പലതരം മുത്തുകളും അമൂല്യമായ കല്ലുകളും നൽകുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ലാപ്പിസ് ലസോലി എന്ന അർദ്ധ വിലയേറിയ കല്ല് ലഭിച്ചിരുന്നത്. ഇരുചക്ര വണ്ടിയുടെ വെങ്കല, ടെറാക്കോട്ട മോഡലുകൾ ഇത് അവരുടെ പ്രാഥമിക ഗതാഗത മാർഗത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. വണ്ടികളൊന്നും അതിജീവിച്ചില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഗതാഗത ആവശ്യങ്ങൾക്ക് മൃഗങ്ങളെ അവർ ഉപയോഗിച്ചു. പക്വമായ ഹാരപ്പൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഒട്ടകങ്ങളെ ഉപയോഗിച്ചതിന്
തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. മുദ്രകളിലും അതുപോലെ അവരുടെ ഗുളികകളിലുമൊക്കെ ബോട്ടുകൾ ചിത്രീകരിച്ചിരുന്നു. ഹാരപ്പയിൽ നിന്നും ലോത്തലിൽ നിന്നും ബോട്ടുകളുടെ കളിമൺ മാതൃകകൾ കിട്ടിയിട്ടുണ്ട്. ലോത്തലിൽ കണ്ടെത്തിയ കപ്പൽ നിർമ്മാണശാലയും ഹാരപ്പൻ വ്യാപാരത്തിൻ്റെ തെളിവുകളായിട്ട് കണക്കാക്കുന്നു. എന്ന് പറയുന്നത് ലോത്തൽ അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണ്. ഹാരപ്പൻ സാംസ്കാരിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമാണ് ഇത് ലോത്തൽ എന്ന് പറയുന്നത്. ഇനി ലോങ് ഡിസ്റ്റൻസ് ട്രേഡാണ്, ദീർഘദൂര വ്യാപാരം. ഇതും ട്രേഡ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടതാണ് കേട്ടോ. ദീർഘദൂര വ്യാപാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടം ഭൂഖണ്ഡത്തിന് പുറത്ത് കണ്ടെത്തിയിട്ടുള്ള ഹാരപ്പൻ പുരാവസ്തുക്കളും ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നുള്ള നിരവധി വിദേശ വസ്തുക്കളുമാണ്. തുർക്കമെനിസ്ഥാനിൽ നിന്ന് നിരവധി ഹാരപ്പൻ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ ലിപിയോട് കൂടിയ ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഹാരപ്പൻ മുദ്ര തുർക്കമെനിസ്ഥാനിലെ ആർട്ടിൻ ഡെപ്പിറ്റിൽ നിന്ന് കണ്ടെടുത്തു. സ്ഥലത്തിൻ്റെ പേരാണ് ആർട്ടിൻ ഡെപ്പിൽ എന്ന് പറയുന്നത്. ഇറാനിൽ നിന്ന് ഹാരപ്പൻ മുദ്രകളും കാർണിയൽ മുത്തുകളും കണ്ടെടുത്തു. കാർണേലിയൻ മുത്തുകൾ ആണ്. അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തിൻ്റെ പ്രധാന തെളിവുകൾ ഷോർട്ടുഗായിലെ വ്യാപാര കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് കണ്ടെത്തിയ ഒരു വൃത്താകൃതിയിലുള്ള മുദ്രയിൽ ഒരു ചെറിയ കൊമ്പുള്ള കാളയുടെ രൂപവും ഹാരപ്പൻ എഴുത്തും ഉണ്ടായിരുന്നു. ഹാരപ്പൻ ജനത ഒമാനുമായിട്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒമ്മോ അൻ നാറിൽ നിന്നാണ് ഹാരപ്പൻ ജനതയിലേക്കുള്ള ഒരു കാർണേലിയൻ പറയുന്ന കൊന്ത കണ്ടെത്തിയിട്ടുള്ളത്. ഹാരപ്പൻ ജനത മുത്തുകൾ, ചെർട്ട് തൂക്കങ്ങൾ, ആനക്കൊമ്പ് തുടങ്ങിയ വസ്തുക്കൾ ഒമാനിലേക്ക് കയറ്റുമതി ചെയ്തതായിട്ടും കാണപ്പെടുന്നുണ്ട്. പാത്രങ്ങൾ, മുത്തുകൾ, ഷെല്ലുകൾ എന്നിവ ആ കയറ്റുമതിയിൽ ഉൾപ്പെട്ടിരുന്നു. ഒമാനിലേക്കുള്ള കയറ്റുമതിയിൽ ഉൾപ്പെട്ടിരുന്നു. മെസപ്പൊട്ടോമിയയുമുള്ള ഹാരപ്പൻ വ്യാപാരം വളരെയേറെ ശ്രദ്ധേയമാണ്. ഈ വ്യാപാരത്തിൻ്റെ തെളിവുകൾ സർഗോൺ രാജാവിൻ്റെ കാലത്തെ സാഹിത്യരേഖകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർഗോൺ രാജാവിൻ്റെ റെക്കോർഡുകളിൽ ദിൽമൻ, മകാൻ, മെലൂഹ തുടങ്ങിയ പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദിൽമൻ സിന്ധു നദിയുടെ താഴ്വരയെക്കുറിച്ചാണ് ഈ മെലൂഹ എന്ന് വിളിക്കുന്നത്. സിന്ധു നദീതട താഴ്വരയെ. മെസൊപ്പൊട്ടോമിയയിലെ കിഷ്, ലഗാഷ്, നിപ്പൂർ, ഉർ തുടങ്ങിയ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയ ഹാരപ്പൻ മുദ്രകളും കാർണേലിയൻ മുത്തുകളും പുരാവസ്തു തെളിവുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മെസൊപ്പൊട്ടോമിയൻ മുദ്രകളിലെ കാളയുടെ രൂപങ്ങളും ഹാരപ്പൻ സ്വാധീനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എങ്കിലും ഹാരപ്പയിൽ നിന്നുള്ള മെസൊപ്പൊട്ടോമിയൻ മുദ്രകളുടെ അഭാവം സൂചിപ്പിക്കുന്നത് മെസൊപ്പൊട്ടോമിയൻ വ്യാപാരികൾ ഹാരപ്പൻ മെസൊപ്പൊട്ടോമിയൻ വ്യാപാര പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല എന്നാണ്. ഇനി റൈറ്റിംഗ് സിസ്റ്റം, അവരുടെ എഴുത്ത് വിദ്യ. ഹാരപ്പൻ നാഗരികതയുടെ ഭാഷയും എഴുത്ത് രീതികളും ഇപ്പോഴും നിഗൂഢമാണ്. ആർക്കും ഇതുവരെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നിഗൂഢം എന്ന് പറയേണ്ട. ഭാഷയെയും ലിപിയെയും സംബന്ധിച്ച അനേക സിദ്ധാന്തങ്ങൾ പണ്ഡിതന്മാർ വിശ്വസിച്ചിരുന്നു. നാഗരികതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചിരിക്കും എന്നാണ് അവരുടെ ഒരു നിഗമനം. അപ്പോൾ ആ ഭാഷ ഒന്നുകിൽ ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് ഇൻഡോ ആര്യൻ കുടുംബത്തിൽ നിന്നുള്ള ഭാഷയാണ് ഹരപ്പയിലെ ഭാഷ എന്നാണ്. ഹരപ്പൻ പ്രദേശങ്ങളിൽ നിന്ന് 3700 ലിഖിത വസ്തുക്കൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മിക്ക ലിഖിതങ്ങളും വളരെ ഹ്രസ്വമായിരുന്നു, ചെറിയതായിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിതത്തിൽ 26 അടയാളങ്ങളാണ് നമ്മളെപ്പോലെ അക്ഷരങ്ങളല്ല അവർക്കുള്ളത്, അടയാളങ്ങൾ. അപ്പോൾ ഏറ്റവും വലിയ എഴുത്തിൽ 26 അടയാളങ്ങളാണുള്ളത്. ലിഖിതങ്ങളിൽ ഏകദേശം 400 മുതൽ 450 വരെ അടിസ്ഥാന ചിഹ്നങ്ങൾ അടങ്ങിയിരുന്നു എന്ന് പറയും. കൂടാതെ സ്ക്രിപ്റ്റ്, ലോഗോ, സിലബിക്കായിട്ടാണ് അവർ എന്നു വെച്ചാൽ ഓരോ ചിഹ്നവും ഒരു വാക്കിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അവർ എഴുതിയിരുന്നത്. ഈ ലിഖിതങ്ങളൊക്കെയും എന്താണ് പ്രത്യേകത, വലത്തു നിന്നിടത്തോട്ട് അറബി വായിക്കുന്ന രൂപത്തിലാണ് വായിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇനി റിലീജിയസ് ആക്ടിവിറ്റീസാണ്, മതപരമായ പ്രവർത്തനങ്ങൾ. 1931 ജോൺ മാർഷലാണ് ഹാരപ്പൻ മതം എന്ന അടിസ്ഥാന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഹാരപ്പൻ മതത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട സ്ത്രീ ദേവതകളെ ആരാധിക്കുന്നതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലിപികളുടെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ നിഗമനത്തിലെത്തിയിട്ടുള്ളത്. ഈ രൂപങ്ങൾ മാതൃദേവി എന്ന ലേബൽ ആ രൂപങ്ങളിൽ ആലേഖനം ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. മോഹൻജദാരോ, ഹാരപ്പ, ബനവാലി എന്നീ സൈറ്റുകളിൽ ഈ സ്ത്രീ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ ജനത പുരുഷ ദൈവത്തെയും ആരാധിച്ചിരുന്നു. അതിൽ മാർഷലിൻ്റെ അഭിപ്രായമാണ്. മാർഷലിനാണ് സ്ത്രീ ദൈവങ്ങൾ ഉണ്ടായിരുന്നു പറയാം. മാർഷലിനെ പറയുന്നത് പുരുഷ ദൈവങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ പശുപതി മുദ്രയിൽ ഇത് പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ട്. ഭീന്ദർ സിംഗ് പറയുന്നതനുസരിച്ച് ഒരു കാല് മറ്റേ കാലിൽ കയറ്റി വെച്ച് ധ്യാനത്തിലിരിക്കുന്ന ഒരു
ഒരു പുരുഷതയുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു എരുമക്കൊമ്പ് പോലുള്ളൊരു വസ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റിലും എന്തുണ്ട്? ധാരാളം മൃഗങ്ങൾ, പ്രധാനമായിട്ടും ആന, കണ്ടാമൃഗം, എരുമ, കടുവ തുടങ്ങിയ 4 മൃഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ശിവനുമായിട്ട് സാദൃശ്യമുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹാരപ്പൻ ജനതയുടെ ഫെർട്ടിലിറ്റി ആരാധനയുടെ മറ്റു ചില വശങ്ങളും ജോൺ മാർഷൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ജോർജ് ഡെയിൽസ് ഈ ഐക്കണുകൾ അതിൻ്റെ ആരാധനാപരമായ പ്രാധാന്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ജ്യോതിശാസ്ത്രപരമോ വാസ്തുവിദ്യാപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കാമെന്നും ആര് പറയുന്നു? ഇതിനെ എതിർത്തുകൊണ്ട് വരുന്ന ആളുകൾ പറയുന്നുണ്ട്. ഹാരപ്പൻ കാലഘട്ടത്തിലെ മുദ്രകൾ നിരവധി മരങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും ചിത്രീകരിക്കുന്നതാണ്. പണ്ഡിതന്മാർ ഈ ചിത്രങ്ങളെ അവയുടെ ആരാധനാപരമായ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീക്ഷിച്ചത്. അതിൽ പൈപ്പൽ മരം അത് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിരവധി സന്ദർഭങ്ങളിൽ പൈപ്പൽ മരം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതതിൻ്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. പുറത്ത് പൂഞ്ഞുള്ളതും പൂഞ്ഞില്ലാത്തതുമായ കാള, പാമ്പ്, ആന, കണ്ടാമൃഗം, അണ്ണാൻ, കടുവ എന്നിവ ഉൾപ്പെടുന്നില്ല അതിൽ ആ പറയുന്ന കൂട്ടത്തിൽ. ഈ മൃഗങ്ങൾക്ക് ചില സാംസ്കാരിക പ്രാധാന്യം ഉണ്ടായിരിക്കാമെന്നാണ് അതുകൊണ്ട് കരുതപ്പെടുന്നത്. മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്തിന്, അതായത് ഗ്രേറ്റ് ബാത്തിന് വലിയ കുളിപ്പുര, അതിന് ചില ആചാരപരമായ പ്രാധാന്യമുണ്ടായിരുന്നു എന്നും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ അവരുടെ ആചാരപരമായ കുളിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനി സാക്രിഫൈഷ്യൽ റിച്വൽസാണ്, ത്യാഗപരമായ ആചാരങ്ങൾ. ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നുള്ള പുരാവസ്തു തെളിവുകൾ യാഗത്തിൻ്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാളിബംഗനിൽ കണ്ടെത്തിയ ഒരു ത്രികോണ ടെറാക്കോട്ട കേക്കിൻ്റെ ഒരു വശത്ത് ദേവതയുടെ കൊത്തുപണികളുണ്ട്. ദേവതയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു മൃഗത്തെ ഒരു മനുഷ്യൻ വലിച്ചു വയ്ക്കുന്ന ഒരു ചിത്രവും മറുവശത്ത് അതും കാണിക്കുന്നുണ്ട്. ഇത് മൃഗബലിയുടെ വ്യാപനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒരു സ്ത്രീയെ കയ്യിൽ ഉയർത്തി വാളുമായിട്ട് 2 പുരുഷന്മാർ വളഞ്ഞ അതേ സ്ഥലത്ത് നിന്നുള്ള മറ്റൊരു മുദ്രയും കൊണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നരബലിയുടെ സാധ്യതയാണത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ബലികർമ്മങ്ങളുടെ നിലനിൽപ്പിൻ്റെയും വ്യാപനത്തിൻ്റെയും ഏറ്റവും നിർണായകമായ തെളിവ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ കാളിബംഗനിലെ കോട്ട പർവ്വതത്തിൽ നിന്നും ഇത്തരത്തിലുള്ള രൂപം കണ്ടെടുത്തിട്ടുണ്ട്. അവിടെയുള്ള അഗ്നിപീഠത്തിൽ, അതായത് ഫയർ ആൾട്ടേഴ്സിലാണത് പ്രധാനമായിട്ടും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. വലിയ അർപ്പണങ്ങൾക്കായിട്ട് കുഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുഴികൾ കണ്ടെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ബനവാലി, ലോത്തൽ, അമ്രി, നാഗേശ്വർ, അതുപോലെ വാഗഡ്, ഹരിയാനയിലെ രാഖി ഗഡ്ഡി എന്നിവിടങ്ങളിലും അഗ്നിബലിപീഠങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബലികൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത്. എങ്കിലും കാളിബംഗനിലും ബനവാനിയിലും മാത്രമാണ് ഈ ബലിപീഠങ്ങൾക്ക് ചില ആചാരപരമായ പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആചാരപരമായിട്ട് ബലി നടത്തിയിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കാളിബംഗനും ബനവലിയുമാണ് കേട്ടോ. ഇനി ഹാരപ്പൻ സെമിത്തേരികളെക്കുറിച്ചാണ്. ഹാരപ്പ, കാളിബംഗൻ, ലോത്തൽ, രാഖി ഗർഹി, സുർക്കാട്ടോഡ എന്നിവിടങ്ങളിലാണ് ശ്മശാനങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. മരിച്ച ആളുടെ മൃതദേഹം ഒരു ചെറിയ കുഴിയിലോ അല്ലെങ്കിൽ ബ്രോക്ക് ചേമ്പറിലോ വടക്കോട്ട് തല നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥലത്താണത് വെച്ചിരുന്നത്. സംസ്കാരത്തിൻ്റെ പൊതുവായ രീതിയാണത് അവരുടെ. ഖനനത്തിൽ ശ്മശാനത്തിൽ ഭക്ഷണം, മൺപാത്രങ്ങൾ, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയൊക്കെ ശവക്കുഴിയിൽ ഉണ്ടായതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും അവരുടെ സാമ്പത്തിക നിലയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാളിബംഗനിൽ ഒരു പ്രതീകാത്മകമായ ശ്മശാനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിൽ അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല എന്നാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹാരപ്പയും മോഹൻജദാരോയിലും അടക്കം ചെയ്തിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ട്. ലോത്തലിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശ്മശാനങ്ങൾ പ്രത്യേകമായിട്ട് കണ്ടെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഹാരപ്പൻ സമൂഹത്തെക്കുറിച്ച്, ഹാരപ്പൻ സൊസൈറ്റി. ഹാരപ്പൻ ജനതയുടെ സവിശേഷതകൾ ടെറാക്കോട്ടയിലും ശില്പങ്ങളിലുമുള്ള മനുഷ്യപ്രതിമകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പെൺപ്രതിമകൾ നെക്ലേസുകൾ, മുടിയിലണിയുന്ന വസ്തുക്കൾ, വളകൾ, ബെൽറ്റുകൾ എന്നിവ ധരിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സ്ത്രീകൾ ടെറാക്കോട്ട ചിത്രങ്ങളിൽ നിന്ന് കോട്ടൺ അല്ലെങ്കിൽ കമ്പിളി കൊണ്ടുള്ള നിർമ്മിച്ച വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പുരുഷരൂപങ്ങൾ നഗ്നമായ തലയുള്ളവരായിരുന്നു.
അവർക്ക് തലപ്പാവുണ്ടായിരുന്നു പുരുഷ പ്രതിമകൾക്ക്. അതിൽ ഭൂരിഭാഗവും പക്ഷേ നഗ്നരായിരുന്നു. അതുകൊണ്ട് അവർ ഏത് തരം തുണിത്തരങ്ങൾ ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് പറയാൻ പ്രയാസം. അവരുടെ ഹെയർ സ്റ്റൈലുകൾ ജട മുതൽ ബണ്ട് വരെ, ചിലത് അയഞ്ഞ മുടി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീണ്ട മുടിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ടെറാക്കോട്ട കളിപ്പാട്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വണ്ടികൾ, പന്തുകൾ, അതുപോലെ വിസിലുകൾ എന്നൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. കുട്ടികൾ കളിച്ചിരുന്ന മിനിയേച്ചർ ടെറാക്കോട്ട പാചകപാത്രം, കിടക്കകൾ, മറ്റ് ഫർണിച്ചറുകൾ എന്നിവയും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കിട്ടിയ തെളിവുകൾ ഹാരപ്പൻ കാലഘട്ടത്തിലെ സാമൂഹിക സജ്ജീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് ചരിത്ര വിദ്യാർത്ഥികളെ പരിമിതമായ തെളിവുകളെ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അനുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി ഡിബേറ്റ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഹാരപ്പൻ സ്റ്റേറ്റ്. ഹാരപ്പൻ രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഹാരപ്പൻ സമൂഹത്തിലെ രാഷ്ട്രീയ സംഘടനയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ച, ഒരു ഭരണകൂട സംവിധാനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. മാത്രവുമല്ല, ഒരു രാഷ്ട്ര സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ഇതൊക്കെയാണ് ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നത്. മെസപ്പൊട്ടോമിയ, ഈജിപ്ത് തുടങ്ങിയ സമകാലീന നാഗരികതകളെ അപേക്ഷിച്ച് ഈ നാഗരികതയിലെ യുദ്ധത്തിൻ്റെയും സംഘടനകളുടെയും ഘടകങ്ങൾ ദുർബലമാണ് എന്ന് പല പണ്ഡിതന്മാരും നിരീക്ഷിക്കുന്നു. അവിടെ യുദ്ധങ്ങളും സംഘടനകളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കുറവായിരുന്നു എന്നുള്ള തെളിവുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഹാരപ്പൻ സൈറ്റിൽ നിന്ന് ആയുധങ്ങളുടെയും പുരാവസ്തുക്കളുടെ തെളിവുകളും വിരളമാണ്. ടെറാക്കോട്ടയിലും ഫയൻസ് ടാബ്ലറ്റുകളിലും ആളുകൾ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ചിത്രങ്ങളും കുറവാണ്. നാഗരികത ഏകദേശം 700 വർഷം നീണ്ടു നിന്നതുകൊണ്ട് പുരാവസ്തുക്കളുടെയും ചിഹ്നങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും തുടർച്ചയായ പാരമ്പര്യം രാഷ്ട്രീയ സ്ഥിരതയുടെ ശക്തമായ ഘടകത്തെ എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് ഉപേന്ദർ സിംഗ് സൂചിപ്പിക്കുന്നുണ്ട്. വിവിധ നഗരങ്ങളിൽ ഒരു കൂട്ടം ഭരണാധികാരികൾ ഉണ്ടായിരുന്നിരിക്കണം എന്നും പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ ആധികാരികതയും അവരുടെ വ്യക്തിത്വവും ഒരു രഹസ്യമാണ് എന്നാണ് പറയുന്നത്. ഈ ഗ്രൂപ്പുകൾ നഗരങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്, പ്രത്യേകിച്ചും മതിലുകൾ, അഴുക്കുചാലുകൾ, പൊതുകെട്ടിടങ്ങൾ എന്നിവയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട്. അതുപോലെ സ്റ്റുവർട്ട് ബിഗോട്ട് ഹാരപ്പൻ രാഷ്ട്രീയ ഘടനയുടെ ആദ്യകാല അനുമാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. മോർട്ടിമർ വീലർ അദ്ദേഹത്തിൻ്റെ വാദത്തെ പിന്തുണച്ചിട്ടുമുണ്ട്. മോഹൻജദാരോയുടെയും ഹാരപ്പയുടെയും ഇരട്ട തലസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏകാധിപത്യ പുരോഹിത രാജാക്കന്മാരുടെ കീഴിൽ ഹാരപ്പൻ പ്രദേശങ്ങൾ ഉയർന്നു വന്നതായിരിക്കണം, അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി മാറിയതായിരിക്കണം എന്നൊരു നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. നഗരാസൂത്രണത്തിനും പൊതുമരാമത്തിനും വൻതോതിലുള്ള പ്രത്യേക തൊഴിൽ ശക്തി ആവശ്യമുണ്ട്. അപ്പോൾ മോഹൻജദാരോയിലും ഹാരപ്പയിലും ധാന്യശാലകൾ, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയിലധികം അധികാരം പ്രയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. 1967 വാൾട്ടർ എ ഫെയർസർവീസിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് കേന്ദ്രീകൃത രാജ്യവ്യവസ്ഥാ സിദ്ധാന്തം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. എന്ന് വെച്ചാൽ ഒരു കേന്ദ്രീകൃത ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്ന വാദത്തെ ഫെയർ സർവീസസ് എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. അതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരുടെ ഇടയിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ നമുക്ക് അനുമാനിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വ്യക്തമായൊരു ഏകീകൃത സ്വഭാവം അവരിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തവുമാണ് അവരുടെ തെളിവുകളിൽ. ഓക്കെ, ഇത്രയാണ് എഴുന്നേറ്റ് വരുന്നത്. താങ്ക്സ്.